സുഹൃത്തുക്കളെ, റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമില്ലാതായത് അകമേ നിന്നുള്ള ചാരപ്പണിയുടെ ഫലമായിരുന്നു. ബംഗാളിൽ സിംഗൂറിൻ്റെ വക്താക്കൾ അകമേ നിന്ന് ചാരപ്പണി നടത്തിയതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം തകർന്നത്. ഇത്തരത്തിലുള്ള വലതുപക്ഷ ചാരപ്രവർത്തനം കേരളത്തിലെ CPMലും വ്യവസ്ഥാപിതം ആയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. PM ശ്രീ പദ്ധതിയുമായി മുമ്പോട്ട് പോകുവാൻ CPM തീരുമാനിച്ചതിൻ്റെ ഫലമായി CPMും CPIയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സംശയം പരിശോധിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ആദ്യമായി ഇതിനെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളാണ് ഉന്നയിക്കേണ്ടത്. ഒന്നാമതായി, പല വർഷങ്ങളായി കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന് എതിരായ സമീപനമാണ്, പ്രഖ്യാപിതമായ സമീപനമാണ് CPIയും CPMും സ്വീകരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ വർഷങ്ങളായി പിന്തുടർന്നുകൊണ്ടിരുന്ന നയത്തിന് എതിരായി പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുവാൻ കാരണം എന്താണ്? അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPIയോട് ആലോചിക്കാതെ, മന്ത്രിസഭയിൽ ആലോചിക്കാതെ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ്? ഉത്തരം കിട്ടാത്ത, ആരും ഉത്തരം നൽകുവാൻ തയ്യാറാകാത്ത, ഉത്തരം നൽകുവാൻ കഴിയാത്ത ചോദ്യങ്ങളാണ് ഇതെല്ലാം. ചെറിയ സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്ന കേരള സർക്കാരിന് അല്പം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് പാർട്ടിയിലെ ചില നേതാക്കന്മാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് പുറകെ പരിശോധിക്കാം. അതെന്തു തന്നെയാണെങ്കിലും സാമ്പത്തികമായ നേട്ടത്തിനു വേണ്ടി മാറ്റാമെന്നതാണോ പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾ, പ്രത്യേകിച്ച് വർഷങ്ങളായി പിന്തുടർന്ന പ്രഖ്യാപിത നയങ്ങൾ? അതാണ് മറ്റൊരു ചോദ്യം. അതോടൊപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ നയം മാറ്റിയിരുന്നുവെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക ക്ലേശം പൂർണ്ണമായിട്ട് മാറ്റി കേന്ദ്രത്തിൽ നിന്നും വൻ തുകകൾ ലഭ്യമാക്കാമായിരുന്നില്ലേ? അതിന് ശ്രമിക്കാതെ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലിൽ നിന്നുകൊണ്ട് പ്രാദേശിക ഭരണസമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള നയം മാറ്റിയ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത് വളരെ ദുരൂഹതയുള്ളതല്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് ആർക്കും മറുപടി പറയുവാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ചില വസ്തുതകൾ കൂടെ നാം കാണേണ്ടതുണ്ട്. ഒന്നാമത്, സാമ്പത്തികമായ ചെറിയ നേട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ശുദ്ധ അബദ്ധം ആണ്. 1500 കോടി രൂപയുടെ നേട്ടമുണ്ടാകുമെന്ന് ചില നേതാക്കന്മാർ പറയുന്നു. ചില നേതാക്കന്മാർ 5000 കോടി രൂപയുടെ നേട്ടം ഉണ്ടാകുമെന്ന് പറയുന്നു. എന്താണെങ്കിലും അത് 100% തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. കാരണം കേന്ദ്ര പദ്ധതികൾക്ക് പണം നൽകുന്നത് നിശ്ചിത കാര്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുവാനാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട പ്രവൃത്തികൾക്ക് വേണ്ടി മാത്രം ചിലവാക്കാനാണ് പണം നൽകുന്നത്. അതിലുപരിയായി മൊത്തം ചെലവിൻ്റെ 60% മാത്രമേ കേന്ദ്രം നൽകുകയുള്ളൂ. 40% സംസ്ഥാനങ്ങൾ വഹിക്കണം. അങ്ങനെയാകുമ്പോൾ 1500 കോടി രൂപ കേന്ദ്രം നൽകുകയാണെങ്കിൽ 1000 കോടി രൂപ സംസ്ഥാനത്തിന് അധിക ചെലവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുത. 5000 കോടി രൂപയാണ് കേന്ദ്രം തരുന്നതെങ്കിൽ അതിന് അനുസരിച്ച് ശതമാനത്തിൽ
സംസ്ഥാനത്തിൻ്റെ ചെലവ് വർദ്ധിക്കുകയാണ് ഉണ്ടാകുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സാമ്പത്തിക ഞെരുക്കം ഉള്ള ഒരു സർക്കാർ വർഷങ്ങളായി പിന്തുടരുന്ന ഒരു നയം കൂട്ടുകക്ഷിയോടെ ആലോചിക്കാതെ ഉപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ സാമ്പത്തിക ചെലവ് വരുത്തിവെക്കുവാൻ വേണ്ടി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലിൽ വരുമ്പോൾ ആഭ്യന്തര സംഘർഷമുണ്ടാക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുത്തത് ആണ് വളരെ ദുരൂഹമായിട്ടുള്ള കാര്യം. അധിക സാമ്പത്തിക ചെലവ് വഹിച്ചുകൊണ്ട് നയം മാറ്റിയിട്ട് തെരഞ്ഞെടുപ്പിൽ തോൽക്കുവാൻ ഉള്ള പ്രവർത്തനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉന്നയിച്ച ചോദ്യങ്ങളും ഈ വസ്തുതയും പരിശോധിക്കുമ്പോൾ വലതുപക്ഷ ചാരന്മാർ CPIMൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞു, പിടിമുറുക്കിക്കഴിഞ്ഞു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സംശയം പൊതുവെ ഈ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം, കേരളത്തിൽ കമ്മ്യൂണിസം വന്നില്ലായിരുന്നുവെങ്കിൽ കേരളം ദുബായ് ആകുമെന്ന് നാട് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഒരു വിദഗ്ധനെ ആണ് CPIMൻ്റെ ബുദ്ധി കേന്ദ്രം കേരള പ്ലാനിംഗ് ബോർഡ് അംഗമായിട്ട് നിയമിച്ചത്. നിയമനത്തിന് ശേഷവും കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് അദ്ദേഹം ഇതിനേക്കാൾ ശക്തമായ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ നിയന്ത്രിക്കുവാൻ പാർട്ടിയുടെ കേന്ദ്രത്തിന് കഴിയാതെ ഇരിക്കുന്നു. അപ്പോൾ ഇത് സംഭവിച്ച കാര്യമാണ്, ഒരു ആരോപണമല്ല, വസ്തുതയാണ്. അപ്പോൾ അതുകൂടെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലതുപക്ഷ ചാരന്മാർ റഷ്യയിൽ ആധിപത്യം സ്ഥാപിച്ചതുപോലെ കേരളത്തിലും CPIMൻ്റെ ബുദ്ധി കേന്ദ്രം പൂർണ്ണമായിട്ടും പിടിയിലാക്കി നടപ്പാക്കിയ ഒരു നടപടിയാണ് ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർ തെരഞ്ഞെടുത്ത സമയമാണ് പ്രധാനം. ഒരുപക്ഷെ 2-3 മാസത്തിന് മുമ്പ് ഇത് നടത്തിയിരുന്നുവെങ്കിൽ ഇതിനൊരു പരിഹാരമുണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ ദിവസങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ 5 മാസങ്ങൾ മാത്രം പുറകിലിരിക്കുമ്പോൾ ആ നിർണായക സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത്. ഈ തീരുമാനമെടുക്കുമ്പോൾ CPI ഇതിനോട് കലഹിക്കും എന്ന് പൂർണ്ണമായിട്ട് അറിയാം. കലഹിക്കത്തില്ല എന്ന് ആർക്കും ഊഹിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയാകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന കാര്യവും വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ഇരിക്കെ ഇത്തരം ഒരു തീരുമാനം എടുക്കുവാൻ ഇടയായത് ഒരുപക്ഷെ പാർട്ടിയുടെ അണികളും നേതാക്കന്മാരുമൊക്കെ ഇപ്പോൾ ആശങ്കയിലായിരിക്കാം. പക്ഷേ ബുദ്ധികേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ സമയത്ത് എടുത്തിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് സംശയിക്കേണ്ടത് ഈ പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രത്തെ വലതുപക്ഷ ചാരന്മാർ പൂർണ്ണമായിട്ടും പിടിയിൽ അമർത്തിയിരിക്കുകയാണ് എന്നാണ്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ അനാവരണം ചെയ്യപ്പെടും എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. ഈ ചോദ്യം പരിശോധിക്കപ്പെടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.